ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ ലോകത്തേക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പെയിൻറ്റിങ്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രോയിങ് പേപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഒപ്പം ഏതൊക്കെ പെയിൻറ്റ്സ് ആണ് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ, അതുപോലെ തന്നെ ബേസിക് തൊട്ട് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് ഈ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ കൊച്ചു കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ബേസ് വേണം. അപ്പം ബേസായിട്ട് നമുക്ക് പേപ്പേഴ്സ് യൂസ് ചെയ്താലേ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതൊക്കെ കൈൻഡ് ഓഫ് പേപ്പേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അക്രിലിക് പേപ്പേഴ്സ് ഉണ്ട്, ഡ്രാഫ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചാർട്ട് പേപ്പേഴ്സ് ഉണ്ട്, നോർമൽ റൈറ്റിംഗ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പം ബുക്കിൻ്റെ ഒരു A4 സൈസ് ഷീറ്റ് വാങ്ങിച്ചു കൊടുത്താൽ തന്നെ അതിലവർ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തോളും അല്ലേ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ ഒരു 6, 7, 8 ആ ഒരു ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും ഓരോ ഇത് കൊള്ളത്തില്ല, ഇത് നല്ലതാണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്ക് നല്ല പേപ്പേഴ്സ് കൊടുക്കാൻ പറ്റും അവരുടെ കയ്യിൽ. ഇപ്പം ആ ഒരു 6, 7, 8 ഇയർ ആയിട്ടുള്ള ആ കുട്ടികൾക്ക് പറ്റിയൊരു റഫ് പേപ്പർ എന്നാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്നൊരു പേപ്പർ എന്ന് പറയുന്നത് ചാർട്ട് പേപ്പറാണ് അല്ലേ. ചാർട്ട് പേപ്പർ കിട്ടും, അതുപോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെ ബുക്ക് തന്നെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പം ഈ ചാർട്ട് പേപ്പർ നിങ്ങൾക്ക് 4 പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ തന്നെ ഇച്ചിരി ഒരു വലിയ സൈസിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇച്ചിരി കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോഴാണ് ക്യാമലിൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ അക്രിലിക് പേപ്പർ കിട്ടും. അത് ഒരു റഫ് സർഫേസാണ്, അതുകൊണ്ട് തന്നെ അതിൽ ചെയ്യുന്ന പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് തരും, നമുക്കൊരു എഫക്റ്റ് തരും. ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ 2D എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അതിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും. അത് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. ഓരോ പേപ്പറിൽ ചെയ്ത വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ക്യാൻവാസസ് യൂസ് ചെയ്യാം. ക്യാൻവാസസ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാം. നമുക്ക് ഇപ്പം ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു ഫീൽഡ് പാഷനേറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെല്ല് ചെയ്യാം അവരുടെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ്. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പം കൈൻഡ് ഓഫ് പേപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ബുക്സിൽ ചെയ്ത വർക്കുകളെ കാണിച്ചു തരാം. അതിലൊക്കെ ഓരോ പേപ്പറിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ് ഓരോ പേപ്പറിലും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം. അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ള ചാർട്ട് പേപ്പറിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വന്നിട്ട് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പേപ്പറാണ് അക്രിലിക് പേപ്പർ എന്ന് പറയുന്നത്. അക്രിലിക് പേപ്പറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പം ചീപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അക്രിലിക് പേപ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബുക്സ് കാണിക്കും, അതുപോലെ തന്നെ പേപ്പേഴ്സ് കാണിക്കും. അപ്പം നിങ്ങൾ ചീപ്പായിട്ടുള്ളത് വാങ്ങുക. ഇനി വന്നിട്ട് കുറച്ച് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പർ, അത്യാവശ്യം നല്ല റഫായിട്ടുള്ളൊരു പേപ്പറാണിത്. നിങ്ങൾക്ക് ആ ഒരു ഇമേജിൻ്റെ ഗ്ലേസ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു 2D എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്യാമൽ, ഇവിടെ ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാം, ക്യാമൽ എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷീറ്റാണ് ക്യാൻവാസ് എന്ന് പറയും. ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം. ഇതിന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് നല്ലൊരു ഇമ്പാക്റ്റ് തരാൻ പറ്റും. ഈ ബാക്കി യൂസ് ചെയ്ത പേപ്പേഴ്സിൻ്റെ പോലെ തന്നെയല്ല, അതിനും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്തെടുക്കാം. ഇത് പക്ഷേ ഡ്രൈ ആവാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. ഇപ്പം ഓയിൽ പെയിൻ്റ് ആയാലും അക്രിലിക് പെയിൻ്റ് ആയാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിനനുസരിച്ചിട്ട് ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പം ഇതാണ് ബേസിക് പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഏത് പേപ്പർ യൂസ് ചെയ്യണം, എന്താണ് പേപ്പറിൻ്റെ പേര്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വീഡിയോയിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഐ വിൽ റിപ്ലൈ ഓൺ ദാറ്റ്. ഇനി നമുക്ക്
ഏതൊക്കെ ടൈപ്പ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്യാം, അതിൽ ഏതൊക്കെ കളേഴ്സ് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങണം, ഓൾ കളേഴ്സ് വേണോ അതോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കളേഴ്സ് മതിയോ, അപ്പം അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടാവുമല്ലേ. അപ്പം കുട്ടികൾക്കായിട്ട്, കുഞ്ഞു കൂട്ടുകാർക്കായിട്ട് ബേസിക്കായിട്ട് നമുക്കൊരു 6 കളേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ആ 6 കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ വന്നിട്ട് 6 കളേഴ്സ് ഉള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ചീപ്പായിട്ടുള്ള 100 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഫെവിക്രൈലിൻ്റെ അക്ലിക് കളേഴ്സ് എന്ന് പറയും. 6 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് 6 കളേഴ്സ് എന്ന് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷോപ്പിൽ പോയിട്ട് നോക്കി വാങ്ങുക. അതായത് റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, ലെമൺ, യെല്ലോ ആൻഡ് ബ്ലൂ, ഇത്രയും കളേഴ്സ്. ഈ കളേഴ്സ് മതി നമുക്ക് ശരിക്കും ബാക്കിയുള്ള കളേഴ്സൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ നോക്കി വാങ്ങുക. ഇനി ഈ കളേഴ്സ്, ഈ ബ്രാൻഡിൻ്റെ കളേഴ്സ് തന്നെ വേണമെന്നൊന്നും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഷോപ്പിൽ പോകുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളർ ഏതാണ്, അത് അക്രിലിക് പെയിൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു അഡ്വാൻസ് ലെവലിൽ നിൽക്കും. ഇപ്പം വാട്ടർ കളർ നമ്മൾ ഈ ഒരു പേപ്പറിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ വാട്ടർ ബേസിലാണ് നമ്മൾ ആ കളേഴ്സ് മിക്സ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ഓഫ് പെയിൻറ്റിങ്സിലേക്ക് പോകുമ്പോൾ അത് വാട്ടർ കളർ തീർച്ചയായിട്ടും നമുക്ക് കുഞ്ഞു കൂട്ടുകാർക്ക്, ഒരു 3-4 ഇയേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം അവർക്കൊന്നും അറിയില്ല, അവർ ജസ്റ്റ് കളേഴ്സിലേക്ക് എന്താ പറയുക ജമ്പിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം 6-7-8 ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് നമ്മൾ ബേസ് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് പഠിച്ചെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പം വാട്ടർ കളർ തുടങ്ങുക, ബേസായിട്ട് തുടങ്ങുക, അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു 7-8 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് അക്ലിക് കളേഴ്സ് വാങ്ങിച്ചു കൊടുക്കുക. 100 റുപ്പീസേ ഉള്ളൂ. ഇനി അതിനും ചീപ്പായിട്ടുള്ളത് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മാത്രമല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഏതാണ് അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ പെയിൻ്റ് എന്ന് പറയുന്നത് ഫാബ്രിക് കാസ്റ്റലിൻ്റെ, അതായത് ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉള്ള പെയിൻറ്റ്സ് ആണ്. അപ്പം ഇതും ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ബോക്സിൽ വന്നിട്ട് ഇത്രയും ടൈപ്പ് ഓഫ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇതും നിങ്ങൾക്ക് ആ ഒരു ബേസിക് 6 കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതൊക്കെയാണ് നമ്മൾ പേപ്പറിൽ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് പെയിൻറ്റ്സാണ് നമ്മൾ വാളിൽ യൂസ് ചെയ്യേണ്ടത്. വാളാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ, അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന കുട്ടികൾക്ക്. അതായത് ഒരു 10th +2 കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ വാളാർട്ടിന് പറ്റിയ പെയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ചെയ്യുന്ന ആ ഒരു ഡ്രോയിങ് ഏത് ടൈപ്പ് ഓഫ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം പീകോക്കിൻ്റെ പെയിൻറ്റിങ്ങും ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക്സ്. ആ ഒരു പെയിൻറ്റിങ് ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്തത് ഈ ഫാബ്രിക് കാസ്റ്റലിൻ്റെ പെയിൻ്റായിരുന്നു. ഒപ്പം ഫെവിക്രൈലിൻ്റെ ബേസിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് കളേഴ്സിൽ ഞാൻ ഈ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഫാബ്രിക് കാസ്റ്റലിൻ്റെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് പീകോക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഞാൻ വോളിൽ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ആ ട്രീയുടെ വർക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഒരു ഫിനിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വാർണിഷാണ്. അപ്പം വാർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനൊരു കംപ്ലീഷൻ ഉണ്ടാവില്ല. ബേസിക്കായിട്ട് പറഞ്ഞാൽ ഓയിൽ പെയിൻറ്റിനായാലും ഗ്ലാസ് വാളാർട്ടിനായാലും ബേസായിട്ട് വരുന്ന ഓയിൽ പെയിൻറ്റ്, വാളാർട്ട്, അക്രിലിക് പെയിൻറ്റ്സ്, ഇതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഗ്ലേസിങ് കിട്ടും, ഒപ്പം ഒരു വാട്ടർ പ്രൂഫ്നെസ്സും കിട്ടും. അപ്പം നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുന്നവർ ഓർക്കുക, സെലക്ട് ചെയ്യുന്ന പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വാർണിഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞ് നിങ്ങൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഞാനീ പറഞ്ഞ ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.
if you have any doubts, you can comment below. I will respond on that. And do subscribe, share my channel. I'll come back soon with a new video. Thank you. Bye.